ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ചെറുതേൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോ കണ്ടാലോ? തേനീച്ച കൂട്ടിൽ നിന്ന് തേൻ ശേഖരിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ തേനീച്ച കൂട്ടിലുള്ള തേനീച്ചകളെയൊക്കെ സേഫായിട്ട് ഒരു ബോട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ തേനീച്ചകളെ ബോട്ടിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് ജലാംശമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുക്കാം. ആ ബോട്ടിലിനകത്ത് നിറയെ ദ്വാരങ്ങൾ ഇട്ടതിന് ശേഷം ആ കുപ്പിയുടെ വായ്ഭാഗവും തേനീച്ചക്കൂടിൻ്റെ വായ്ഭാഗവും കൂട്ടി വെച്ച് എന്തെങ്കിലും കനമുള്ള വസ്തുക്കൾ കൊണ്ട് തേനീച്ചക്കൂടിൽ തട്ടുകയാണെങ്കിൽ തേനീച്ചകളെല്ലാം ബോട്ടിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാം. ശേഷം നമുക്ക് തേനീച്ചക്കൂട് തുറന്ന് തേൻ കളക്ട് ചെയ്യാനായിട്ട് നോക്കാം. തേനീച്ചകളെ വളർത്താനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തേനീച്ച കൂടുകളാണ്. നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, അതായത് ആ ഒരു കൂടുണ്ടാക്കിയ മെത്തേഡ് ഒരു PVC പൈപ്പിൻ്റെ കഷ്ണവും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ 2 ചിരട്ടകളും ഉപയോഗിച്ചാണ് നമ്മൾ ഈ കൂടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കൂടുകൾ തുറക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ഒരു ഭാഗത്തുള്ള ചിരട്ട മാത്രം ഓപ്പൺ ചെയ്ത് നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ തേനീച്ചക്കൂട് തുറക്കുമ്പോൾ ആ ഒരു PVC പൈപ്പും ചിരട്ടയും തമ്മിലുള്ള ഒരു ഭാഗത്ത് തേനീച്ചകൾ പശ പോലുള്ള എന്തൊക്കെയോ വെച്ച് നല്ല വൃത്തിയിൽ അത് ക്ലോസ് ചെയ്തേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ തേനീച്ചക്കൂട് നമ്മൾ തുറന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് തേൻ അറകളാണ്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ തേൻ അറകളാണ്. ഈ തേൻ അറകളെ കൂടാതെ അതിനകത്ത് മഞ്ഞ നിറത്തിൽ കാണുന്നത് അതിലെ പൂമ്പൊടികളാണ്. അതിനുശേഷം ഈ തേനൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രവും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗത്ത് ഒരു തുണി വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ തുണി വെച്ച് കെട്ടിയേക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഈ തേനും അതിൻ്റെ കൊറ്റനും തമ്മിൽ വേർതിരിച്ച് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തേനെല്ലാം ആ ഒരു വെള്ള തുണിയിലേക്ക് ശേഖരിച്ച് തേനും കൊറ്റനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. തേൻ എടുക്കുന്ന സമയത്ത് അതിലെ പൂമ്പൊടി നമ്മളപ്പോൾ തന്നെ എടുത്ത് കളയുന്നത് വളരെയധികം നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ തേനിനൊരു പുളിപ്പ് രസം വരാനും കുറച്ച് നാൾ നമ്മൾ അത് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ആ തേൻ കേട് വരാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തേൻ എടുക്കുമ്പോൾ പൂമ്പൊടി അപ്പം തന്നെ എടുത്ത് കളയാൻ ശ്രദ്ധിക്കണം. തേനീച്ചക്കൂട്ടിൽ നിന്ന് തേൻ എടുക്കുമ്പോൾ റാണി ഈച്ചകളെ ഒന്നും സംഭവിക്കാതെ നോക്കണം. റാണി തേനീച്ചകളുടെ മുട്ടയും തേനിൽ പെടാതെ നോക്കണം. ഇങ്ങനെ നമ്മൾ തേൻ കളക്ട് ചെയ്യുമ്പോൾ ഒരു കൂട്ടിൽ നിന്ന് നമുക്ക് 100 മില്ലി തൊട്ട് 200 മില്ലി വരെയാണ് തേൻ ലഭിക്കുകയുള്ളൂ. ഈ തേനെല്ലാം എടുത്ത ശേഷം ഈ തേനീച്ചക്കൂട് പഴയ രീതിയിൽ തന്നെ നമുക്ക് പഴയ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ തേനീച്ചക്കൂട് പഴയ സ്ഥലത്ത് സ്ഥാപിച്ചതിന് ശേഷം നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് വെച്ച തേനീച്ചകളെല്ലാം ആ ഒരു കൂടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തുറന്ന് വിടണം. അപ്പോൾ ആ തേനീച്ചയെല്ലാം പഴയതുപോലെ വീണ്ടും തേൻ കളക്ട് ചെയ്ത് ആ കൂട്ടിൽ കൊണ്ട് നിക്ഷേപിക്കുന്നതായിരിക്കും. തേൻ നമ്മൾ ശേഖരിച്ചതിന് ശേഷം ഒരു 2-3 ദിവസമെങ്കിലും നമ്മൾ ആ തേനൊന്ന് വെയിലത്ത് വെക്കണം. ആ വെയിലത്ത് നമ്മൾ തേൻ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തേനിലുള്ള ജലാംശമൊക്കെ വറ്റി നല്ല രീതിയിലുള്ള തേൻ നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. വെയിലത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് തേൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കേട് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ തേൻ സൂക്ഷിക്കുമ്പോൾ ഗ്ലാസ് ബോട്ടിലുകൾ എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കഴിവതും ഒഴിവാക്കുക. ഇങ്ങനെ ശേഖരിച്ച് വെച്ച തേൻ നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷവും നല്ല ഫ്രഷ് തേനായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
കളക്ട് ചെയ്ത തേൻ 2-3 ദിവസം വെയിലത്ത് വെച്ച് അതിലെ ജലാംശമൊക്കെ പോയതിന് ശേഷം നമ്മൾ ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇങ്ങനെ ശേഖരിച്ച തേൻ കുറേ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. 1 ലിറ്റർ ചെറുതേന് വരുന്നത് 3600 രൂപയാണ്. നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ ആവശ്യം അത്രയും നമുക്ക് അങ്ങനെ തരാനായിട്ട് സാധിക്കും. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ തേൻ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ ബൈ, സീ യു.